പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു പേരാണ് അഭിമന്യുവിൻ്റേത് അല്ലേ. 2018 ജൂലൈ മാസം 2-നാണ് അഭിമന്യു മരിക്കുന്നത്. മഹാരാജാസ് കോളേജിലെ SFI വിദ്യാർത്ഥിയായ അഭിമന്യു കൊല്ലപ്പെട്ടിട്ട് ഇന്ന് 7 വർഷം തികയുകയാണ്. SFI ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷത്തെ തുടർന്ന് അഭിമന്യുവിനെ ക്യാമ്പസിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നിരോധനം നടക്കുന്നതിന് വഴിയൊരുക്കുന്ന കേസായിരുന്നു അഭിമന്യുവിന്റെ കൊലപാതകം. വാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി ക്യാമ്പസിലെ അഭിമന്യു സ്മൃതി മണ്ഡപത്തിൽ SFI വിദ്യാർത്ഥികൾ ഒത്തുചേർന്നു. SFI സംസ്ഥാന പ്രസിഡന്റ് M ശിവപ്രസാദ്, സെക്രട്ടറി PS സഞ്ജീവ് എന്നിവർ പങ്കെടുത്തു. സഹിൻ ആന്റണിയുടെ വിവരങ്ങളുമായി. സഹിൻ, ഗുഡ് മോർണിംഗ്. അന്ന് ഇപ്പോൾ സഹിൻ നിൽക്കുന്നത് മഹാരാജാസ് കോളേജിന്റെ സഹിൻ ഇപ്പോൾ നിൽക്കുന്നത് മഹാരാജാസ് കോളേജിന്റെ മുന്നിലാണ്. 2018 ഇതേ ദിവസം അവിടെ നവാഗതരെ സ്വാഗതം ചെയ്യാൻ അഭിമന്യു എഴുതിയ ആ വർഗീയത തുലയട്ടെ എന്ന വാക്കുകൾ ഇപ്പോഴും ആ മഹാരാജാസിന്റെ ചുവരിലുണ്ട്. തീർച്ചയായിട്ടും സേതു, തീർച്ചയായിട്ടും. അതായത് ഞാനിപ്പോഴുള്ളത് മഹാരാജാസ് കോളേജിന് പിറകുവശം, ഇപ്പോൾ നിലവിലെ പിറകുവശം. മുൻപ് കോളേജ് തുടങ്ങിയ കാലത്ത് ഇതായിരുന്നു മുൻവശം എന്ന് പറയുന്നത്. ആ മഹാരാജാസ് കോളേജിൻ്റെ കവാടത്തിന് മുന്നിലാണ്. ഇവിടെ അഭിമന്യുവിൻ്റെ കലാലയത്തിലേക്ക് നവാഗതർക്ക് സ്വാഗതമെന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അതായത് 2018 ജൂലൈ 2-ാം തീയതിക്ക് ശേഷം ഈ കലാലയം അറിയപ്പെടുന്നത് മഹാരാജാസ് എന്നല്ല, പ്രത്യേകിച്ചും അഭിമന്യുവിൻ്റെ കലാലയം എന്നാണ്. അറിയാം, നമുക്ക് സേതു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഭിമന്യുവിന് ഈ ക്യാമ്പസുമായി അഭേദ്യമായ ഒരു ബന്ധമാണ്. അഭിമന്യുവിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് മഹാരാജാസിനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുകയില്ല. കാരണം അഭിമന്യു നമ്മൾക്കറിയാവുന്നതുപോലെ തന്നെ മഹാരാജാസ് കോളേജിലെ SFI പ്രവർത്തകനായിരുന്നു. ഒപ്പം തന്നെ മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥികൾക്കിടയിൽ വളരെ അധികം ശ്രദ്ധ നേടിയിട്ടുള്ള, അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരു വിദ്യാർത്ഥി നേതാവ് കൂടിയായിരുന്നു. ആ അഭിമന്യുവിനെയാണ് ക്യാമ്പസ് ഫ്രണ്ടിൻ്റെയും ഒപ്പം തന്നെ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളുടെയും എല്ലാ നേതൃത്വത്തിൽ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നത്. അഭിമന്യു കുത്തേറ്റ് വീണ സ്ഥലമാണ് ഈ കാണുന്നത്. നമ്മൾക്ക് അറിയാവുന്നതുപോലെ തന്നെ 2018 ജൂലൈ 2-ാം തീയതി പുലർച്ചെയായിരുന്നു അഭിമന്യുവിന് കുത്തേറ്റത്. അഭിമന്യു തൽക്ഷണം മരണപ്പെടുകയും ചെയ്തു. അഭിമന്യുവിനെ കുത്തി വീഴ്ത്തിയ സംഘം, ആ സംഘം ഇവിടെ നിന്ന് പിന്നീട് മറ്റിടങ്ങളിലേക്ക് പോവുകയും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒളിവിൽ കഴിയുകയും എല്ലാം ചെയ്തിരുന്നു. ഇതിൻ്റെ അന്വേഷണം ഇപ്പോൾ 7 വർഷമായി. STPI ക്യാമ്പസ് ഫ്രണ്ടിലെ നിരവധി ആളുകൾ ചേർന്നുകൊണ്ട് 16 പേരായിരുന്നു അന്ന് ആ കൊലപാതകത്തിലുണ്ടായിരുന്നു. അതിൽ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഒപ്പം തന്നെ പോലീസ് റിപ്പോർട്ടുകൾ അനുസരിച്ച് മഹാരാജാസ് ക്യാമ്പസിലെ പോസ്റ്റർ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു തർക്കം, ആ പുലർച്ചെ ആ തർക്കത്തെ തുടർന്നാണ് ഒറ്റക്കുത്തിന് അഭിമന്യു കൊല ചെയ്യപ്പെടുന്നത്. ആ കുട്ടിയുടെ നമുക്കറിയാം ഈ ഇടത് ഭാഗത്തായിരുന്നു ഒരു കുത്താണ് കുത്തിയത്. പ്രത്യേകിച്ചും പ്രാക്ടീസ് നേടിയ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ചെയ്ത ഒരു കൊലപാതകം, പ്രൊഫഷണൽ കില്ലേഴ്സ് ചെയ്ത ഒരു കൊലപാതകം എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു വിദ്യാർത്ഥിയെ കുത്തി വീഴ്ത്തി ആ വിദ്യാർത്ഥി മരണപ്പെടുന്നു. ആ വിദ്യാർത്ഥി എഴുതി വെച്ച വാക്കുകൾ ഇവിടെ പ്രസക്തമാണ്. വർഗീയത തുലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വിദ്യാർത്ഥി അവസാന വരികൾ ഇവിടെ കുറിച്ചിട്ടത്. അത് ഇപ്പോഴും വിദ്യാർത്ഥി സമൂഹം ഒന്നാകെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇന്നലെ രാത്രിയും ഒപ്പം ഇന്ന് പുലർച്ചെയുമായിട്ട് നിരവധി വിദ്യാർത്ഥികൾ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാന സെക്രട്ടറിയും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ചേർന്നുകൊണ്ട് അഭിമന്യുവിൻ്റെ 7-ാം രക്തസാക്ഷിത്വ ദിനാചരണം അതിന് തുടക്കം കുറിച്ചു എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി എറണാകുളം മറൈൻ ഡ്രൈവിൽ നിന്നും ഒരു ഹെലിപാഡിൽ നിന്നും ഒരു വലിയ പ്രകടനം ഈ ക്യാമ്പസിലേക്ക് നടക്കും. അപ്പോൾ തന്നെ സംസ്ഥാനത്തെ എല്ലാ ക്യാമ്പസുകളിലും ഇന്ന് അഭിമന്യു ദിനമായി അവർ ആചരിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ നിന്നും ഒഴിഞ്ഞു പോകാത്ത, അല്ലെങ്കിൽ ഒഴിച്ചുകൂടാൻ കഴിയാത്ത ഒരു പേരായി അഭിമന്യുവിന്റെ പേര് വിദ്യാർത്ഥികളുടെ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് അഭിമന്യുവിന്റെ മുഖം മാഞ്ഞു പോകില്ല. ആ ദിവസം നമുക്ക് ആർക്കും മറക്കാൻ കഴിയില്ല. അത്രമേൽ നമ്മളെല്ലാം വേദനിപ്പിച്ച ഒരു ദിവസം കൂടിയായിരുന്നു അത്. അഭിമന്യുവിന്റെ ഓർമ്മ ദിനമാണെന്ന്. അപ്പോൾ ക്യാമ്പസിൽ നിന്നുള്ള മഹാരാജാസിൽ നിന്നുള്ള കാഴ്ചകൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു സഹിൻ ആന്റണി.